ബദാമി ബദാമി മാങ്ങയും ഈ ആപ്പൂസ് മാങ്ങയും ഒന്നാണോ അതോ രണ്ടാണോ? രണ്ടും രണ്ട് മാങ്ങയാണോ എന്നാണ്. കർണാടകയിൽ ഈ അൽഫോൺസയുടെ ഈ രൂപത്തിലുള്ള ഈ മാങ്ങക്ക് ബദാമി എന്ന് വിളിപ്പേരുണ്ട്. ബദാമി എന്ന് സാധാരണ നമ്മൾ ബെങ്ങനംപള്ളിയെയും വിളിക്കാറുണ്ട്. മുന്നേ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ പലർക്കും വീണ്ടും കൺഫ്യൂഷൻ, അല്ല ഇത് അൽഫോൺസയാണ് എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഈ വർഷത്തെ അവസാനത്തെ മാങ്ങയാണ്, അതുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടല്ലോ, ഇതിൻ്റെ ഫ്ലഷ് വന്നിട്ട് ഒരു മഞ്ഞ കളറാണ്. ഇതിന് അൽഫോൺസയുടെ മണമല്ല, ഇതിന് വന്നിട്ട് ബെങ്ങൻപള്ളിയുടെ മണമാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്വീറ്റ്നെസ് റേഞ്ച് നമുക്ക് നോക്കാം. മുന്നേ ടെസ്റ്റ് ചെയ്തിരുന്നു, അന്നൊരു 17-18 ഇത് വന്നിട്ടുണ്ടായിരുന്നു. അൽഫോൺസയുടെയും ഏകദേശം അതേ റേഞ്ചാണ്, പക്ഷേ അൽഫോൺസയ്ക്ക് ഒത്തിരി ഫ്ലേവർ കോംപ്ലക്സിറ്റി ഉണ്ട്. കണ്ടോ, ഇത് 18.4 18.4 ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് നമ്മൾ പറഞ്ഞു ബെങ്ങനംപള്ളിയുമായിട്ട് താരതമ്യപ്പെട്ട സ്മെല്ലാണ്. രുചിയും ബെങ്ങനംപള്ളിയുമായിട്ടൊക്കെ സിമിലാരിറ്റിയാണ്, ചെറിയ ചുണക്കുത്ത് വരുന്നുണ്ട്. ഇതൊരിക്കലും അൽഫോൺസോ അല്ല. ഇനിയിപ്പോൾ അങ്ങനെ കർണാടകക്കാർ വിളിക്കുന്നുണ്ടെങ്കിൽ അവർ വിളിച്ചോട്ടെ, പക്ഷെ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാൻ, ഇത് കാണാൻ അൽഫോൺസുമായിട്ട് വളരെ സാമ്യമുണ്ടെങ്കിലും ഇത് അൽഫോൺസോ അല്ല, ഇത് കർണാടകയുടെ ബദാമി തന്നെയാണ്. ഈ ബദാമിയെ ബെങ്ങൻപള്ളി എന്ന് വിളിക്കാറുണ്ടെങ്കിലും ഈ ബെങ്ങൻപള്ളിയും ഈ ബദാമിയും വേറെ വേറെ മാങ്ങയാണ്. സോറി, ഞാൻ പറഞ്ഞത് കറക്റ്റായെന്ന് തോന്നുന്നു. ബെങ്ങൻപള്ളിയെ ബദാമി എന്ന് വിളിക്കുന്നുണ്ട്, വിളിപ്പേരുണ്ട്. പക്ഷേ ആ ബദാമിയും ഈ ബദാമിയും രണ്ടും രണ്ടാണ്. അത് തിരിച്ചറിയുക. അപ്പോൾ ഈ കാര്യത്തിലുള്ള കൺഫ്യൂഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.